ഗവൺമെന്റ് ആശുപത്രിയുടെയും ഒറ്റപ്പാലം നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭ ചെയർപേഴ്സൺ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം നഗരസഭയിലെ വാർഡ് 36 സ്നേഹ പൊതുജന വായനശാലയ്ക്ക് സമീപത്തെ ആയുർവേദ സബ് സെന്ററിനായി മുനിസിപ്പാലിറ്റിക്ക് വിട്ടു നൽകിയ കെട്ടിടത്തിലാണ് ഒറ്റപ്പാലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും ഒറ്റപ്പാലം നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. നമുക്കത് ആവശ്യമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു നമുക്ക് അർബൻ കേന്ദ്രം വരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പനമണ്ണയിൽ തുടങ്ങണമെന്ന് പറഞ്ഞ് 2014 അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചു. പക്ഷെ അന്ന് ഇവിടെ നമുക്കൊരു സ്ഥലം കിട്ടിയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അർബൻ കേന്ദ്രം നമുക്ക് പനമണ്ണ അവിടെ തുടങ്ങിയത്. പനമണ്ണയല്ല, കണ്ണിയമ്പുറത്ത് നമ്മുടെ വായനശാലയുടെ അടുത്ത് നമുക്ക് തുടങ്ങിയത്. ഇപ്പോൾ നമ്മളതിനെ 4 കേന്ദ്രങ്ങളാക്കി നമുക്ക് മാറ്റി നല്ല സെൻറ്ററുകളായിട്ട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന OP വരുന്ന സെൻ്ററായിട്ട് മാറി. വാർഡ് കൗൺസിലർ പി ശ്രീകുമാർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ലത, ഡോക്ടർ അഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.